അപ്പോഴല്ലേ കുറച്ച് ദിവസമായിട്ട് ഹോസ്പിറ്റലിലൂടെയാണ് കേട്ടോ. അപ്പം 2 ദിവസം മുന്നേ അച്ഛന് സർജറിക്ക് വേണ്ടിയിട്ട് ആൻജിയോഗ്രാം ചെയ്തപ്പോൾ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ സർജറിക്ക് വേണ്ടിയിട്ട് കയറ്റിയപ്പോഴേക്കും അച്ഛൻ്റെ ആരോഗ്യനില കുറച്ച് മോശമായിപ്പോയി. അതുകൊണ്ട് തന്നെ സർജറി ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അച്ഛന് ഓക്സിജൻ ലെവലൊക്കെ വല്ലാതെ താഴ്ന്ന് BP ഒക്കെ വല്ലാതെ കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസം ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം സർജറി ചെയ്യാമെന്ന് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കമൻറ്റായിട്ട്. എനിക്ക് റിപ്ലൈ തരാനൊന്നുമുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല കേട്ടോ. കുറച്ച് ദിവസമായിട്ട് തലയിലൊരു മൂളലും വയറിലൊരു കാളിലൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുകയാണ് ഞാൻ. ആകെ ഒരു ബോധം പോയ അവസ്ഥയിലായിരുന്നു കേട്ടോ. അങ്ങനെ തന്നെ ഞാൻ വീട്ടിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനസ്സിൻ്റെ ഭാരമൊക്കെ ഒന്ന് ഇറക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ തറവാട്ടമ്പലത്തിൽ വന്നതാണ് കേട്ടോ. നമ്മൾ വിശ്വസിക്കുന്ന അദൃശ്യമായിട്ടുള്ള ഈ ശക്തികൾ നമ്മളെ പറയാതെ തന്നെ നമ്മളെ മനസ്സിലാക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഭക്തിയേക്കാൾ ഉപരി ഇവിടെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഉണ്ടല്ലോ, എല്ലാവരും അച്ഛൻ്റെ ആരോഗ്യത്തിനും അതുപോലെ സർജറി നല്ല രീതിയിൽ നടക്കാനൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണേ.